വാടക കൊടുക്കാനുള്ള വഴിയൊക്കെ താനേ ഉണ്ടാവും. അല്ലെങ്കിൽ നീ വീട്ടിൽ നിന്ന് മറിക്കടാ. ഒന്നും വേണ്ട, നിന്റെ അളിയനോട് ചോദിക്കേ. അയാളുടെ ബാറിലെ ബിയർ കോപ്പി മാത്രം പെറുക്കി വിറ്റാൽ മതി. 2 ഓഫീസ് എടുക്കുക. ഒന്നും ശരിയാവില്ല, മോശമാണ്. അപ്പൊ എന്നെ പടിയടച്ച് പിണ്ടം വയ്ക്കുന്നതില് നിനക്കൊരു മോശം തോന്നുന്നില്ല അല്ലേ? താങ്കൾ എന്റെ വെളിപ്പുറത്തുള്ള ദൈവം. നല്ല രസമുണ്ട് കേൾക്കാൻ. അതെ, ഒരു ഓഫീസ് ഒഴിയുന്നുണ്ട് ഇവനെ കൊണ്ട് നടപ്പിക്കാനേ. നടക്കുന്ന കാര്യമല്ല പറമുള്ളൂര്. ഇവനീ പറച്ചില് മാത്രമേ ഉള്ളൂ. നിന്നോട് ഇവിടെ ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? നിന്നോട് ഇതിനെ കുറിച്ച് ഞാൻ അഭിപ്രായം പറയണ പണ്ടേ നിർത്തി. മിണ്ടുന്നില്ല. നിങ്ങക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്റെ മധു, ഇവൻ എവിടെയെങ്കിലും ഒന്ന് ഉറപ്പിച്ചാലല്ലേ എനിക്ക് ഒരിടത്ത് തിരിക്കാൻ പറ്റൂ. ഉച്ചയ്ക്ക് ശേഷം വിധിയല്ലേ? അത് നമുക്ക് അനുകൂലമായിരിക്കും. അത് വെച്ചല്ല. എന്താ കേസ്? ഡൊമസ്റ്റിക് വയലൻസ്. ശരിക്കും ഡൊമസ്റ്റിക് വയലൻസ് ആണോ അതോ ചുമ്മാ എഴുതി ചേർത്താണ്? കേസ് ചെയ്യണ്ടേ? ഇതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ കല്യാണം പോലും കഴിക്കാത്തത്. കുറച്ചൊക്കെ പേടി നല്ല. പിന്നെ പേടിക്കണം, അല്ലെങ്കിൽ ഈ പാവത്തിന് കുടിക്കുമല്ലോ നമ്മളും കൊടുക്കൂലേ? ഏത് വകയില പാവം? അയാൾ പെണ്ണുടിക്കാൻ പോകുന്നില്ലെന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ല. എങ്കിൽ പിന്നെ അത് മാത്രം പറഞ്ഞാൽ പോരെ? അല്ലെങ്കിലേ നിങ്ങൾക്കാണ് മുൻഗണന. പിന്നെ എന്തിനാണ് ഇല്ലാത്ത വകുപ്പൊക്കെ എഴുതി ചേർക്കുന്നത്? ഇല്ലാത്ത വകുപ്പൊന്നുമല്ല, മെന്റൽ അബ്യൂസ് ആൻഡ് ഡൊമസ്റ്റിക് വയലൻസ് തന്നെയാണ്. പിന്നെ ഞങ്ങൾക്ക് ഒരു മുൻഗണനയുടെ ആവശ്യമില്ല. ഇങ്ങനത്തെ മുൻവിധികൾ ഉണ്ടാവാണ്ടിരുന്നു. അല്ല, എന്റെ കക്ഷിയുടെ പേരിൽ നിങ്ങൾ എന്തിനാ തർക്കിക്കുന്നത്? ഉടനെ എത്തിയേക്കാം. സാർ വിളിച്ചു ഓഫീസിലോട്ട്. വേഗം ചെല്ലും. ഇതുപോലെ ഏതെങ്കിലും പാവത്തിന് തൂക്കിക്കൊല്ലാനായിരിക്കും. എന്റെ വായിരിക്കുന്ന കേക്കോയെ. ചേട്ടാ, എന്റെ ജ്യൂസ് അവന്റെ പറ്റിലെഴുതിക്കോ. ഇവളോട് സംസാരിച്ചിരിക്കാൻ പറ്റില്ല. ഞാൻ അതുകൊണ്ടല്ലേ കൂടുതൽ സംസാരിക്കാത്തത്. സത്യം. ഇറങ്ങാറേ. പേടിക്കാൻ എന്താ ഉള്ളേ? ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ, ചെറിയാൻ ചേട്ടനില്ലേ? ലേറ്റ് ആവില്ല. മധു, നീ ഇതുവരെ പോയില്ലേ? ഞാൻ ഇറങ്ങിയതാ. അപ്പൊ നിന്റെ അമ്മ വിളിച്ചു പറഞ്ഞു നീ ഇവിടെ ഉണ്ടെന്ന്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടിയാണെങ്കിൽ ഞാനും കൂട്ടുവരാന്ന് വിചാരിച്ചു. പേടിയോ? ആർക്ക് പേടി? അല്ലെങ്കിൽ തന്നെ ഒറ്റയ്ക്ക് പോയാൽ എന്താ കുഴപ്പം? എന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോകും? നിന്നെ അറിയാവുന്ന ആരും പിടിച്ചോണ്ട് പോവില്ല. മധു, ഞാൻ ഇവിടുന്ന് വലത്തോട്ടാ. എനിക്ക് എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ കയറണം. അപ്പൊ നാളെ കാണാം. ഗുഡ് നൈറ്റ്. നീ എന്നെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ട്? അല്ല, നീയല്ലേ പറഞ്ഞ നിനക്ക് പേടിയൊന്നുമില്ല, നീ ഒറ്റയ്ക്ക് പോക്കോളാം. അല്ല, അത് ഞാൻ എപ്പോഴും പറയും, എനിക്ക് പേടിയില്ല. പക്ഷെ നീ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ വെറുതെ വിളിച്ചു പറയരുത്. ഇതാണ് ഞാൻ പറഞ്ഞത്. നിനക്ക് ഈ വാചകടി മാത്രമേ ഉള്ളൂ. നീയല്ലേ എന്നോട് പൊക്കോളാൻ പറഞ്ഞത്? വേണ്ട വേണ്ട, എവി പോക്കോ, ഞാൻ ഒറ്റയ്ക്ക് പോക്കോളാം. അപ്പൊ ഗുഡ് നൈറ്റ്.